രാജീവ് ജോസഫും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് പാർട്ടിയും എന്ന പരമ്പരയുടെ 8ാം ഭാഗത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പരമ്പരയുടെ കഴിഞ്ഞ 7 എപ്പിസോഡുകൾ കേട്ട ശേഷം നിരവധി പ്രേക്ഷകർ ഞങ്ങളെ ബന്ധപ്പെടുകയും പിന്തുണയും പ്രോത്സാഹനവും അറിയിച്ചിട്ടുണ്ട്. പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും റിപ്പബ്ലിക്കൻ ന്യൂസ് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ ചിലരൊക്കെ അയക്കുന്ന മെസ്സേജുകൾ ഭീഷണികളുടെയും മുന്നറിയിപ്പിന്റെയും സ്വരത്തിലാണ്. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിയമ നടപടികൾ എടുക്കുമെന്നാണ് ഇക്കൂട്ടരുടെ മുന്നറിയിപ്പ്. റിപ്പബ്ലിക്കൻ ന്യൂസ് പറയുന്ന കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ ഉണ്ടായാൽ അതൊക്കെ നിയമപരമായി തന്നെ നേരിടാനുള്ള ആർജവവും തെളിവുകളും ഉള്ളതുകൊണ്ടാണ് രാജീവ് ജോസഫിനെ കുറിച്ചുള്ള ഈ പരമ്പര റിപ്പബ്ലിക്കൻ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നതെന്ന് ആമുഖമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ദുബായ് സിറ്റി സെന്ററിലെ ബുക്ക് കോർണറിൽ രാജീവ് ജോസഫ് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ പല പ്രമുഖരെ കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. 1997 2 തമിഴന്മാർ ബുക്ക് കോർണറിലെത്തി. ബുക്ക് ഷോപ്പിലെ ഷെൽഫിൽ നിന്നും രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങൾ തമിഴന്മാർ തെരഞ്ഞെടുക്കുന്നത് രാജീവ് ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 1991 രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മീനാക്ഷി അഹ്ലൂവാലിയയും KL ചാഞ്ചരിക്കും സരോജ് പ്രസാദും കൂടി എഴുതിയ പുസ്തകങ്ങളാണ് തമിഴന്മാർ തിരഞ്ഞുപിടിച്ചെടുത്തത്. രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട വേറെ പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് അവർ രാജീവിനോട് ചോദിച്ചു. വേറെ പുസ്തകങ്ങൾ ഉടനെ വരും, മൊബൈൽ നമ്പർ തന്നാൽ അറിയിക്കാമെന്ന് രാജീവ് ജോസഫ് പറഞ്ഞു. രാജീവിന് അവർ നമ്പർ കൊടുത്തു. രാജീവിന്റെ നമ്പർ അവർ വാങ്ങിക്കുകയും ചെയ്തു. ബുക്ക് ഷോപ്പിൽ നിന്നും അവർ പോയി കഴിഞ്ഞപ്പോഴാണ് രാജീവ് ജോസഫിന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉദിച്ചത്. അവർ തമിഴ് പുലികളാണെന്ന് രാജീവിന് തോന്നി തുടങ്ങി. അതിന് കാരണങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആയതിനാൽ രാജീവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് അല്പം സഞ്ചരിക്കേണ്ടതുണ്ട്. 1985 ഓൾ ഇന്ത്യ സൈക്കിൾ പര്യടനത്തിന് ശേഷം ലോക സമാധാന ദിനമായ 1985 സെപ്റ്റംബർ 21 ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഫോർ ഡെമോക്രാറ്റിക് വേൾഡ് ഗവൺമെന്റ് എന്ന പേരിൽ ഒരു ആക്ഷൻ കൗൺസിൽ രാജീവ് ജോസഫ് പ്രഖ്യാപിച്ചു. 1981 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വെച്ചാണ് ലോക സമാധാന ദിനമായി സെപ്റ്റംബർ 21 പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ രാജീവ് ജോസഫ് 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നല്ലൊരു കാറ്റ് വന്നാൽ തകർന്നു തരിപ്പണമാകാൻ സാധ്യതയുള്ള തന്റെ വീട്ടിലേക്ക് കൂട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തിയാണ് ലോക സമാധാന ദിനമായ 1985 സെപ്റ്റംബർ 21 ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഫോർ ഡെമോക്രാറ്റിക് വേൾഡ് ഗവൺമെന്റ് എന്ന പ്രസ്ഥാനത്തിന് രാജീവ് ജോസഫ് തുടക്കം കുറിച്ചത്. കണ്ണൂർ ജില്ലയിലെ മുണ്ടാനൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ മണ്ണുകട്ടകൾ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിലിരുന്നാണ് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഫോർ ഡെമോക്രാറ്റിക് വേൾഡ് ഗവൺമെന്റ് എന്ന പ്രസ്ഥാനത്തിന് 16ാമത്തെ വയസ്സിൽ രാജീവ് ജോസഫ് തുടക്കം കുറിച്ചതെന്ന യാഥാർത്ഥ്യം രാജീവിന്റെ ചരിത്രം പരിശോധിക്കുന്ന അക്കാലത്തെയും ഇക്കാലത്തെയും മനുഷ്യരെ അമ്പരപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ടെലിവിഷനും ടെലിഫോണും ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതിരുന്ന 1985 കാലഘട്ടത്തിൽ രാജീവ് ജോസഫ് രൂപം കൊടുത്ത ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഫോർ ഡെമോക്രാറ്റിക് വേൾഡ് ഗവൺമെന്റ് എന്ന പ്രസ്ഥാനം യുദ്ധങ്ങൾക്കെതിരെ കഴിഞ്ഞ 40 വർഷങ്ങൾക്കിടയിൽ നടത്തിയ ക്യാമ്പയിനുകളും സമര പോരാട്ടങ്ങളും ആക്ഷൻ കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും ഈ എപ്പിസോഡിലും അടുത്ത എപ്പിസോഡുകളിലും ഒക്കെ വിശദീകരിക്കാം. ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഫോർ ഡെമോക്രാറ്റിക് വേൾഡ് ഗവൺമെന്റ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആദ്യം സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു 1988 ജനുവരി 1 ഡൽഹിയിൽ നിന്നും രാജീവ് ജോസഫ് തുടക്കം കുറിച്ച ലോക സൈക്കിൾ പര്യടനം. കേന്ദ്ര സർക്കാരിന്റെ അനുമതികൾ യാത്രയ്ക്ക് ലഭിക്കുവാനുള്ള ശ്രമങ്ങൾ 1985 ഒക്ടോബർ മാസത്തിൽ രാജീവ് ജോസഫ് ആരംഭിച്ചു. ലോക സമാധാനം, നിരായുധീകരണം, ജനാധിപത്യ ലോക ഗവൺമെന്റ് എന്നീ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മെമ്മോറാണ്ടം എല്ലാ രാജ്യങ്ങളുടെയും ഭരണാധിപന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നേരിട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു രാജീവ് ജോസഫിന്റെ ലോക സൈക്കിൾ യാത്രയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കും വിവിധ രാജ്യങ്ങളിലെ ഭരണാധിപന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുക്കാനുള്ള മെമ്മോറാണ്ടം 1 വർഷത്തോളം സമയമെടുത്ത് മലയാളത്തിൽ എഴുതിയ ശേഷം അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും മന്ത്രിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ രാജീവ് ജോസഫ് ഏൽപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിനെതിരെയും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടത്തിക്കൊണ്ടിരുന്ന ശീതയുദ്ധത്തിനെതിരെയും അക്കാലത്ത് വേലുപ്പിള്ള പ്രഭാകരന്റെ നേതൃത്വത്തിൽ LTTയും ശ്രീലങ്കൻ സർക്കാരും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന ആഭ്യന്തര യുദ്ധത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടമായിരുന്നു രാജീവ് ജോസഫ് മലയാളത്തിൽ തയ്യാറാക്കിയിരുന്നത്.
ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിനാവശ്യമായ ഡസൻ കണക്കിന് പുസ്തകങ്ങൾ രാജീവ് ജോസഫിന് വാങ്ങിച്ചു കൊടുത്തത് അപ്പോഴത്തെ കണ്ണൂർ DCC പ്രസിഡന്റും മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിരുന്ന N രാമകൃഷ്ണനായിരുന്നു. നിരവധി പേജുകൾ ഉണ്ടായിരുന്ന മെമ്മോറാണ്ടം 15 ദിവസങ്ങൾ കൊണ്ടാണ് 1986 അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പരിഭാഷപ്പെടുത്തിയത്. ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രം അക്കാലത്തെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു വാങ്ങിക്കേണ്ടി വന്നെന്ന് പിന്നീട് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഒരു വർഷത്തോളം സമയമെടുത്ത് രാജീവ് ജോസഫ് തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ വാക്കുകളും ആശയങ്ങളും വളരെയധികം ആഴത്തിലുള്ളതായിരുന്നുവെന്ന് സാരം. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിന്റെ കോപ്പി അപ്പോഴത്തെ കണ്ണൂർ MPയും മുൻ കേന്ദ്രമന്ത്രിയും പിന്നീട് KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ രാജീവ് ജോസഫ് ഏൽപ്പിക്കുകയും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കാണുവാനുള്ള അപ്പോയിന്റ്മെന്റ് ശരിയാക്കി തരണമെന്നും മുല്ലപ്പള്ളിയോട് രാജീവ് ജോസഫ് അഭ്യർത്ഥിച്ചു. ഡൽഹിയിലെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ ഉടനെ എത്തണമെന്ന് ആവശ്യപ്പെട്ട് രാജീവ് ജോസഫിന് ടെലഗ്രാം ചെയ്തു. അതിനനുസരിച്ച് 1987 ജൂലൈ 2-ാം വാരത്തിൽ കണ്ണൂരിൽ നിന്നും രാജീവ് ജോസഫ് ട്രെയിൻ കയറി. കോയമ്പത്തൂരിൽ ട്രെയിൻ എത്തിയപ്പോൾ 4 തമിഴന്മാർ ട്രെയിനിൽ കയറി. ട്രെയിൻ യാത്രയിലെ 2-ാം ദിവസം തന്നെ രാജീവ് ജോസഫിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. 4 പേരും തമിഴ് പുലികളായിരുന്നു. ശ്രീലങ്കയിൽ തമിഴ് പുലികൾ നടത്തുന്ന യുദ്ധത്തിനെതിരെ രോഷാകുലനായി രാജീവ് ജോസഫ് സംസാരിച്ചപ്പോൾ വളരെ സൗമ്യതയോടും കൃത്യതയോടും ആത്മവിശ്വാസത്തോടും കൂടി തമിഴന്മാർ മറുപടി പറഞ്ഞത് രാജീവിനെ അത്ഭുതപ്പെടുത്തി. തങ്ങൾ പുലികളല്ലെന്നും എന്നാൽ LTTയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അവർ തുറന്നു സമ്മതിച്ചു. യുദ്ധങ്ങൾക്കെതിരെ താൻ നടത്തുന്ന ലോക സൈക്കിൾ യാത്രയെക്കുറിച്ച് തമിഴന്മാരോട് രാജീവ് ജോസഫ് പറഞ്ഞു. ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനയ്ക്കും വേലപ്പുള്ള പ്രഭാകരനും സമർപ്പിക്കാനുള്ള മെമ്മോറാണ്ടത്തിന്റെ കോപ്പികൾ അവരെ കാണിച്ചു. ട്രെയിൻ ഡൽഹിയിലെത്തിയപ്പോൾ തമിഴന്മാർ രാജീവിനോട് പറഞ്ഞു, പ്രഭാകരൻ ഉടനെ ഡൽഹിയിലെത്തുമെന്നും നേരിൽ കണ്ട് മെമ്മോറാണ്ടം കൊടുക്കാനുള്ള അവസരം ഒരുക്കിത്തരാമെന്നും തമിഴന്മാർ പറഞ്ഞപ്പോൾ സത്യത്തിൽ രാജീവ് ജോസഫ് വിശ്വസിച്ചില്ല. പ്രഭാകരനെ കാണുവാൻ സാധിക്കുമെങ്കിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ജനതാ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലെ മാനേജറായ ഓമനക്കുട്ടനെ ഫോൺ വിളിച്ചറിയിക്കണമെന്ന് രാജീവ് ജോസഫ് അഭ്യർത്ഥിച്ചു. അവരുടെ കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും രാജീവ് ജോസഫ് ചോദിച്ചപ്പോൾ ഒരു ഫോൺ നമ്പർ അവർ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ ജനതാ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിലെത്തി. 1987 ജൂലൈ 25-നാണ് ഫോൺ വന്നത്. പിറ്റേന്ന് രാവിലെ ഡൽഹിയിലെ അശോക ഹോട്ടലിൽ എത്താനായിരുന്നു നിർദ്ദേശം. അതനുസരിച്ച് രാജീവ് ജോസഫ് ജൂലൈ 26-ന് അശോക ഹോട്ടലിലെത്തി. എന്നാൽ ട്രെയിനിൽ കണ്ട തമിഴന്മാരെയൊന്നും അവിടെ കണ്ടില്ല. മണിക്കൂറുകളോളം ഹോട്ടലിനെ ചുറ്റിപ്പറ്റി രാജീവ് ജോസഫ് നടന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരാൾ രാജീവിന്റെ അടുത്തേക്ക് വന്ന് പേരെന്താണെന്ന് തമിഴിൽ ചോദിച്ചു. രാജീവ് ജോസഫ് ആണെന്ന് പറഞ്ഞപ്പോൾ തലൈവറിനെ കാണാൻ ഇന്ന് പറ്റില്ലെന്നും പിറ്റേന്ന് രാവിലെ വരാനും പറഞ്ഞു. തലൈവറിന്റെ PA ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജീവിന്റെ ഫോട്ടോയും അദ്ദേഹം എടുത്തു. പിറ്റേന്ന് അശോക ഹോട്ടലിൽ എത്തിയെങ്കിലും പ്രഭാകരനെ കാണുവാൻ രാജീവിന് സാധിച്ചില്ല. എന്നാൽ പ്രഭാകരന് കൊടുക്കാനുള്ള മെമ്മോറാണ്ടം PAയുടെ കൈവശം രാജീവ് കൊടുത്തു. മെമ്മോറാണ്ടം പ്രഭാകരന് കൈമാറുമെന്ന് രാജീവിന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. മെമ്മോറാണ്ടം പ്രഭാകരന് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പുറത്തു വെച്ചിട്ടാണെങ്കിലും പ്രഭാകരനെ ഒന്ന് കാണണമെന്ന ലക്ഷ്യത്തോടെ 2-3 ദിവസം ഹോട്ടലിന്റെ പരിസരത്ത് കൂടി കറങ്ങി നടക്കാമെന്ന് രാജീവ് ജോസഫ് തീരുമാനിച്ചു. ജൂലൈ 28-ന് ഹോട്ടലിൽ വലിയ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഹോട്ടലിന്റെ പരിസരത്തെത്തുവാൻ രാജീവ് ജോസഫിന് കഴിഞ്ഞില്ല. പ്രഭാകരനെ കാണുവാൻ വേണ്ടി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അശോക ഹോട്ടലിൽ എത്തുമെന്നതിനാലാണ് വൻ സുരക്ഷാ സംവിധാനം ഹോട്ടലിൽ ഏർപ്പെടുത്തിയിരുന്നത്. 1987 ജൂലൈ 28-ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് രാജീവ് ഗാന്ധി പ്രഭാകരനെ കണ്ടത്. പ്രഭാകരൻ സദാസമയം കഴുത്തിൽ ധരിച്ചിരുന്ന സയനൈഡ് ക്യാപ്സ്യൂൾ വിഷയത്തിൽ രാജീവ് ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ SPGയും പ്രഭാകരനും തമ്മിൽ ധാരണയിലെത്തിയ ശേഷമാണ് രാജീവ് ഗാന്ധിയും പ്രഭാകരനും കൂടിക്കാഴ്ച ആരംഭിച്ചത്. ഏകദേശം 45 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. ഇന്തോ ശ്രീലങ്കൻ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപ് ഉടമ്പടിയുടെ നിബന്ധനകളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് രാജീവ് ഗാന്ധി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. പ്രഭാകരനുമായി ധാരണയുണ്ടാക്കിയതിന്റെ പിറ്റേ ദിവസം തന്നെ, അതായത് ജൂലൈ 29-ന് രാജീവ് ഗാന്ധി കൊളംബോയിലെത്തുകയും ഇന്തോ ശ്രീലങ്കൻ സമാധാന ഉടമ്പടിയിൽ ജയവർദ്ധനയും രാജീവ് ഗാന്ധിയും ഒപ്പുവെക്കുകയും ചെയ്തു. ശ്രീലങ്കയിൽ ഒപ്പുവെക്കുന്ന സമയം വരെ അശോക് ഹോട്ടലിലെ 518-ാം നമ്പർ മുറിയിൽ തടങ്കലിന് സമാനമായി പ്രഭാകരനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 29-ന് ഉച്ചയ്ക്ക് 1 മണിയോടെ തമിഴ്നാട്ടിലെ നേതാവ് വൈക്കോയെ പ്രഭാകരൻ ഫോൺ വിളിക്കുകയും
താൻ ചതിക്കപ്പെട്ടതായും കടുത്ത മാനസിക വിഷമം അനുഭവിക്കുന്നതായും പറഞ്ഞെന്നാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത്. തൊട്ടടുത്ത ദിവസമായ ജൂലൈ 30-ന് പ്രഭാകരനെ ഡൽഹിയിൽ നിന്നും ആദ്യം വിമാനമാർഗവും പിന്നീട് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളുമായി ജാഫ്നയിലെ പാലാലി എയർബേസിലും എത്തിക്കുകയായിരുന്നു. പ്രഭാകരനെ കാണുവാൻ രാജീവ് ജോസഫിന് സാധിച്ചില്ലെങ്കിലും ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട തമിഴന്മാരെയും പ്രഭാകരന്റെ പിയെയും കാണുവാൻ വേണ്ടി ഒരാഴ്ചയോളം അശോക ഹോട്ടലിനെ ചുറ്റിപ്പറ്റി രാജീവ് ജോസഫ് നടന്നെങ്കിലും പിന്നീട് ഒരിക്കലും അവരെ കാണുവാൻ സാധിച്ചില്ല. അവർ രാജീവിന് കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ആ നമ്പർ തെറ്റാണെന്ന് രാജീവിന് ബോധ്യമായി. ഇന്തോ ശ്രീലങ്കൻ സമാധാന ഉടമ്പടിയിൽ ചതിക്കപ്പെട്ടെന്ന ചിന്തയോടെ മുറിവേറ്റ പുലിയായിട്ടാണ് ജൂലൈ 30-ന് പ്രഭാകരൻ ശ്രീലങ്കയിൽ തിരിച്ചെത്തിയത്. ഇന്ത്യ ശ്രീലങ്കൻ സമാധാന കരാറിനെ തുടർന്ന് തമിഴ് പുലികളെ നിരായുധരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അഥവാ IPKF എന്നറിയപ്പെട്ട ഇന്ത്യൻ സൈന്യം ശ്രീലങ്കയിലെത്തിയത്. എന്നാൽ LTTE ഈ കരാർ അംഗീകരിക്കാൻ തയ്യാറായില്ല. 1987 ഒക്ടോബർ 11-ന് IPKF അവരുടെ സമാധാന ദൗത്യം ഉപേക്ഷിച്ച് LTTEക്കെതിരെ ഓപ്പറേഷൻ പവൻ എന്ന പേരിൽ വലിയൊരു സൈനിക ആക്രമണം ആരംഭിച്ചു. പ്രഭാകരന്റെ ശക്തി കേന്ദ്രമായ ജാഫ്നയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം. തുടർന്ന് 3 ആഴ്ച നീണ്ടുനിന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യൻ സൈന്യം ജാഫ്ന ഉപദ്വീപിന്റെ നിയന്ത്രണം LTTEയിൽ നിന്നും പിടിച്ചെടുത്തു. ഈ സംഭവങ്ങളെല്ലാം ഡൽഹിയിലിരുന്ന് ശ്രദ്ധാപൂർവം വീക്ഷിച്ചിരുന്ന രാജീവ് ജോസഫ് ജാഫ്നയിൽ വൻ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന IPKF ഭടന്മാരെ തികച്ചും അപ്രതീക്ഷിതമായാണ് കണ്ടുമുട്ടുന്നത്. ഡൽഹിയിലെ ഏറ്റവും വലിയ പോലീസ് ക്യാമ്പായ ക്വിൻസേ ക്യാമ്പിൽ വെച്ചാണ് 1988-89 കാലഘട്ടത്തിൽ IPKF ഭടന്മാരെ പരിചയപ്പെട്ടത്. IPKF-ഉം LTTEയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ 1.5 വർഷത്തോളം ഡൽഹി പോലീസ് ക്യാമ്പിലായിരുന്നു രാജീവ് ജോസഫ് താമസിച്ചിരുന്നത്. IPKF-നെ മാത്രമല്ല LTTE സപ്പോർട്ടർമാരെയും വീണ്ടും രാജീവ് ജോസഫ് കണ്ടുമുട്ടി. ഈ സമയത്തൊക്കെ രാജീവ് ഗാന്ധിയുടെ വസതിയിൽ നിത്യസന്ദർശകനായിരുന്നു രാജീവ് ജോസഫ്. സംശയമുള്ളവർക്ക് രാജീവ് ഗാന്ധിയുടെ വസതിയിലെ സെക്യൂരിറ്റി റെക്കോർഡുകൾ പരിശോധിക്കാം. രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി സംവിധാനം ശരിയല്ലെന്ന് പലപ്പോഴും രാജീവ് ജോസഫിന് തോന്നിയിരുന്നു. രാജീവ് ഗാന്ധിയോട് തമിഴ് പുലികൾക്കുള്ള വൈരാഗ്യം ചെറുതല്ലെന്ന് IPKF ഭടന്മാരിൽ നിന്നും ചില തമിഴ് പോലീസുകാരിൽ നിന്നും മനസ്സിലാക്കിയപ്പോൾ രാജീവ് ജോസഫ് വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു. ഇക്കാര്യം 2 പ്രാവശ്യം രാജീവ് ഗാന്ധിയോട് രാജീവ് ജോസഫ് സൂചിപ്പിച്ചപ്പോൾ രാജീവ് ഗാന്ധി ചിരിക്കുകയാണ് ഉണ്ടായത്. തന്റെ ആശങ്കയെക്കുറിച്ച് വീണ്ടും 1990 ഫെബ്രുവരി 15-ന് രാജീവ് ഗാന്ധിയോട് രാജീവ് ജോസഫ് പറഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്, ഇങ്ങനെയുള്ള തോന്നലുകൾ മറ്റാരോടും പോയി പറയരുത് എന്നാണ്. ഇത്രയും പറഞ്ഞ ശേഷം രാജീവ് ജോസഫിന്റെ കൈ പിടിച്ചിട്ട് അടുത്തുനിന്ന ഫോട്ടോഗ്രാഫറെ വിളിച്ച് രാജീവ് ഗാന്ധി പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ. ആ ഫോട്ടോയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും രാജീവ് ഗാന്ധിയെ രാജീവ് ജോസഫ് കണ്ടിട്ടില്ല. ഈ ഫോട്ടോ എടുക്കുമ്പോൾ അത് അവസാനത്തെ ഫോട്ടോ ആയിരിക്കുമെന്ന് രാജീവ് ഗാന്ധിയും രാജീവ് ജോസഫും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഈ ഫോട്ടോ എടുക്കാൻ രാജീവ് ഗാന്ധിയെ പ്രേരിപ്പിച്ചത് രാജീവ് ഗാന്ധിയോട് രാജീവ് ജോസഫ് പറഞ്ഞ വാക്കുകളാണ്. രാജീവ് ജോസഫ് പങ്കുവച്ച ആശങ്കയാണ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ശ്രീ പെരുമ്പത്തൂരിൽ സംഭവിച്ചത്. ദുബായിലെ ബുക്ക് കോർണറിൽ വെച്ച് 1997-ൽ രാജീവ് ജോസഫ് കണ്ടുമുട്ടിയ തമിഴ് പുലികളുടെ ചരിത്രം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ പറയേണ്ടി വന്നത്. അതുകൊണ്ട് ദുബായിലെ പുലികളുടെ കഥ പൂർത്തിയാക്കാനായില്ല. വരും എപ്പിസോഡുകളിൽ അതൊക്കെ പറയാം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റ് ബോക്സിൽ എഴുതുക. റിപ്പബ്ലിക്കൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക. നന്ദി, നമസ്കാരം.